എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമാ സിനിമ ചിരിമ. ഭീമാ സിനിമ ചിരുമയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമാ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഭീമ, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. ഇന്ന് സിദ്ദീഖ് സാറോടൊപ്പം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് കലാഭവൻ മണി, സംക്രാന്തി നസീർ, ബിജുക്കുട്ടൻ. ഒരിക്കൽ കൂടി ഭീമാ സിനിമ ചിരുമയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഭീമാ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ, കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. പ്ലീസ് സാർ, 4 ദിവസമായി സാർ സാറിന്റെ പുറകെ നടക്കുന്നത്. ഒന്ന് വാ തുറന്നേൻ, ഒന്ന് അടച്ചേൻ, അടച്ചേക്കണ്. മോഹൻലാൽ വന്നു. രമേശന് പിന്നെ 3 മാസാണല്ലോ. എന്താ അവിടെ ശബ്ദം കേട്ടെ? ഒരു ലോഡ് പല്ലുമായിട്ട് ഒരാൾ താഴെ പോയിട്ടുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല. 18 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച വീട്ടിൽ വഴക്ക് പറയും. ഏത് ഷാജിയാലും ശശിയാലും മുണ്ടഴിച്ചടാ പറയണം. എന്റെ ജഗദീഷ് കണ്ട് ഞെട്ടുപടി നീ. ദാ കണ്ടോ, ഓ തൂങ്ങിച്ചാകണ. നമസ്കാരം. ഭീമാ സിനിമാ ചിരിമയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സിനിമാ ചിരിമയുടെ വേദിയിലെത്തുന്നത് മായുടെ പ്രസിഡന്റും മലയാള സിനിമയുടെ പ്രിയങ്കരനുമായ കലാഭവൻ മണിയാണ്. മണിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം വളരെ നന്നായി പോവുകയാണ്. ഒരുപാട് പേർക്ക് നമ്മൾ ചാരിറ്റി കൊടുത്തു കഴിഞ്ഞു. ഇനിയും നമുക്ക് ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമ ചിരിമയ്ക്ക് മഴവിൽ മനോരമയിലേക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ എഴുത്തുകൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എൻ്റെ വീട്ടിലേക്ക് ധാരാളം വരുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെയാണ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വളരെ അഭിമാനമാണ്. നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സഹായം നൽകിയത് ഒന്ന് നിർമ്മലിന് കൊടുത്തു. കോഴിക്കോട് നിർമ്മലിന് കൊടുത്തു, വി ഡി രാജപ്പന് കൊടുത്തു, പിന്നെ കൊല്ലം സുൽഫിക്കറിന് കൊടുത്തു, പിന്നെ ഉമേഷിന് കൊടുത്തു, പുറവൂർ ഉമേഷ്. ഇന്ന് മണി വരുന്നു എന്ന് പറഞ്ഞിട്ട് മണിയോടൊപ്പം ഈ വേദി പങ്കിടുന്നത് മണിയോടൊപ്പം ഒരുപാട് കാലം മിമിക്രി വേദികളിൽ ഉണ്ടായിരുന്നൊരു കലാകാരനാണ്, മണിയുടെ സുഹൃത്താണ്, സംക്രാന്തി നസീർ. സംക്രാന്തി നസീർ ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമിൽ നിരവധി പോയിട്ടുണ്ട്. ഓക്കെ, അധികമാണ് പറഞ്ഞത്. അതെ, എന്തായാലും നമുക്ക് ആളെ വിളിക്കാം, ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എവിടെയാണ്? ഇവിടെയൊക്കെ ഉണ്ട്, ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. സുഖമായിട്ട് പോകുന്നു. വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മക്കള് പഠിത്തം കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഡീറ്റെയിലേക്ക് പോയാലേ ഏജ് ചിലപ്പോൾ ഫീൽ ചെയ്യും. അപ്പയ്ക്കാണോ മക്കൾക്കാണോ? നാട്ടുകാർക്ക്. അതായത് മകളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയാനാണ് ഈ മടിക്കുന്നത്. കഴിഞ്ഞ 4 മാസം അതോട് തുറന്നു പറഞ്ഞപ്പോ ഒരു സമാധാനമായി. പക്ഷെ നസീർ വളരെ നേരത്തെ വിവാഹം കഴിച്ച ആളല്ലേ? അതെ അതെ. ഒരെണ്ണം കല്യാണം കഴിച്ചിട്ടുള്ളൂ, ഒന്നേ കെട്ടിട്ടുള്ളൂ. നേരത്തെ കല്യാണം കഴിച്ചപ്പോ ഇനി വീട്ടിൽ സംശയമാവും. നസീർ നേരത്തെ ഒരെണ്ണം കല്യാണം കഴിച്ചില്ലേ, അങ്ങനെ തോന്നിപ്പോ. ഞാൻ ഉദ്ദേശിച്ചതല്ല, വളരെ നേരത്തെ എന്ന് പറഞ്ഞത് പ്രായം കുറവായിരിക്കുമ്പോ. എത്ര വയസ്സുള്ള? 24 വയസ്സില്. 24 വയസ്സിൽ. അപ്പൊ പ്രായമായിട്ടില്ല. അന്നൊരു ഭയങ്കര അത്ഭുതം ഉണ്ടായി. കല്യാണത്തിന്റെ അന്ന് പെണ്ണ് സമ്മതിച്ചു. അത് വേറൊരു അത്ഭുതം. കല്യാണത്തിന്റെ അന്ന് തന്നെ പെണ്ണിന്റെ വാപ്പ, എന്റെ അമ്മായിപ്പൻ, തട്ടിപ്പോയി. അന്നേരം മരിച്ചു. നല്ല ഐശ്വര്യമായിരുന്നു. ഞാൻ കാലെടുത്ത് വെക്കുവോ ആള് പോയി. കണ്ണടയും കൂടെ ഒരുമിച്ചായിരുന്നു. സത്യം. സുഖമില്ലാതെ കിടക്കായിരുന്നു. പുള്ളിയുടെ ലാസ്റ്റത്തെ ആഗ്രഹമായിരുന്നു ഇളയ മോളായത്. കല്യാണം കഴിക്കണം, അത് കഴിച്ച് വിടണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പം ഡോക്ടർമാരൊക്കെ പറഞ്ഞു എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് സാധിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അന്നേരം ഞാൻ അവിടെ ഉന്നം വെച്ചിരിക്കുന്നത് ആഗ്രഹമായിട്ട്. അങ്ങനെ മാമാടെ മോള് തന്നെയാണ്, മുറപ്പെണ്ണാണ്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. അന്നേരം വീഡിയോ എടുക്കാനായിട്ട്, ലവ് സീനൊക്കെ എടുക്കാനായിട്ട് വീഡിയോക്കാരൻ അറേഞ്ച് ചെയ്തു. ഞങ്ങളതിങ്ങനെ തോളത്ത് കൈയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ വന്നു. ഹോസ്പിറ്റലിൽ ഒരു അത്യാവശ്യം വരാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ചെന്നപ്പം അതുവരെ പുള്ളിയുടെ കണ്ണ് തുറന്നിട്ട് ക്ഷമിച്ചിരുന്നു പുള്ളി. ദൈവം ഒരു ടൈം ഇട്ട് കൊടുത്തു. ഞങ്ങൾ ചെന്ന് രണ്ടുപേരെ അനുഗ്രഹിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു, ഫോൺ വന്നു, മരിച്ചു പോയെന്നു. അതോടുകൂടി ആദ്യരാത്രിയും കാര്യങ്ങളൊക്കെ പോയി. പാതിരാത്രി എന്തായാലും അതങ്ങ് പോയി. അത് ഒരു ദിവസത്തേനാണോ? 40 ദിവസത്തേന്. 40 ദിവസം ഫസ്റ്റ് നൈറ്റ് തള്ളി വെച്ചു. 40 വരെ ചടങ്ങ് കഴിയണ്ടേ? അതങ്ങനെ അങ്ങ് പോയി. അത് മാത്രല്ലക്ക, ഈ എനിക്കിപ്പോ ആളെ കണ്ടപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. ഇപ്പൊ ആള് പറഞ്ഞത് നസീർ സംക്രാന്തി എന്നല്ല പറഞ്ഞത്,
പക്ഷേ ആക്ച്വലി കോട്ടയം നസീർ എന്നുള്ള പേര് ആദ്യം ലഭിച്ചിരുന്നത് ഈ നസീറിനാണ്. എൻ്റെ പേരായിരുന്നു കോട്ടയം ഒറിജിനൽ നസീർ. കോട്ടയം നസീർ. അപ്പൊ ആ കോട്ടയം നസീർ പിന്നീട് അത് കറുകച്ചാൽ അത് കറുകച്ചാൽ നസീറിനായിരുന്നു. ആയിരുന്നു പേര്. എങ്ങനെ പേര് അടിച്ചു മാറ്റിയത്? ഒന്നുമില്ല, എന്താ ഒരു ദിവസം പരിപാടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ തൊണ്ടയിൽ 8 കാലി വലയൊക്കെ കെട്ടിയിരിക്കുന്ന സമയത്ത് ഇവൻ വിളിച്ചടാ നീ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറയാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ നസീർ. നസീർ എന്നെ അപ്പൊ നസീറിന്റെ പേര് അന്ന് എന്താണ്? കറുകച്ചാൽ നസീർ. നീ ടൗണൂരിൽ നിന്ന് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വരാം, എവിടെയാണ് എങ്ങോട്ടാ വരണ്ടേന്ന് ചോദിച്ചു. പറയണ്ട ഇന്ന ഹോട്ടലിലേക്ക് വന്നാൽ ഞങ്ങൾ റിഹേഴ്സലൊക്കെ ചെയ്യുന്ന ഹോട്ടലുണ്ട്, അങ്ങോട്ട് വരാൻ പറയാമെന്ന്. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇവനൊരു ബിരിയാണി പാർസൽ വാങ്ങിച്ച് അവിടെ വെച്ചിരിക്കുക റെഡി ആയിട്ട്. ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇവൻ ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ല, പിന്നെ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് എന്തായിരിക്കും ഇത്, നീ കഴിക്കടാ നിനക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചാ. അപ്പം ഞാൻ വിചാരിച്ചു നീ വല്ലോ സ്നേഹം കൊണ്ട് തരുന്നതായിരിക്കും വിചാരിച്ചു. നീ കഴിക്കാൻ പറഞ്ഞു. ഞാൻ ബിരിയാണി എടുത്ത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തരണം, അതിനുവേണ്ടി നിനക്ക് ഈ ബിരിയാണി ഞാൻ വാങ്ങിച്ചതെന്ന് ചോദിച്ചു. നിന്റെ കോട്ടയം എന്നുള്ള ഇത് ഞാൻ എടുക്കുക. അതിനുള്ള ചതിയായിരുന്നു ഈ ബിരിയാണി. ചെന്ന ബിരിയാണി അതേപടി ആ കൂടത്തി കോട്ടയം പോയി. അങ്ങനെയാണ് അദ്ദേഹം കോട്ടയം നസീറാകുന്നത്. ഞാൻ സംക്രാന്തി നസീറിനാക്കി. അപ്പൊ ഇപ്പൊ സംക്രാന്തിയും ചോദിച്ചോണ്ട് പലരും വരുന്നുണ്ട്. ബിരിയാണി ആയിട്ട് വരുന്നുണ്ട്. കൊടുക്കുന്നോ ചോദിച്ചു. സംക്രാന്തി കൊടുക്കുന്നോ ചോദിച്ചു. ഞാൻ പറയുന്നു ചത്താൽ പേര് കൊടുക്കുന്ന വിഷയമേ ഇല്ലെന്ന് പറഞ്ഞു. നസീർ ഒരു മജീഷന് കൊടുത്തൊരു പണിയുണ്ട്. നമ്മൾ അമേരിക്കയിൽ പോയപ്പോ അയാൾ ഇന്ന് കുത്തുവാളെടുത്ത് പാവം വീട്ടിലിരിക്കുക. അതെ, പുള്ളി ആ നാട്ടില് അമേരിക്കയിൽ മാജിക് ഒക്കെ കാണിച്ച് അവിടെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സമയം തന്നെ ഞങ്ങൾ പ്രോഗ്രാമിന് വേണ്ടി അവിടെ പോകുന്നു. അപ്പൊ ഞങ്ങളുടെ ഷോ നടക്കുന്ന അതേ സ്റ്റേജ് തന്നെ പുള്ളിയുടെ ഒരു അരമണിക്കൂർ മാജിക്കും ഉണ്ട്. ഞങ്ങൾക്ക് മുമ്പുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് ഒരു മുറി തന്നിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു സ്റ്റേജ് ഒക്കെ അല്ലേ. അപ്പൊ ആ മുറി തന്നിട്ടുണ്ട്. അപ്പൊ ആ മുറിക്കകത്ത് ഞങ്ങൾ മേക്കപ്പ് ചെയ്യാനൊരു കോസ്റ്റ്യൂമ് കുറേ സാധനങ്ങളുണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. അപ്പൊ ഈ പുള്ളി സ്റ്റേജ് ചെയ്യുന്നുണ്ട്. ഈ അന്തരീക്ഷത്തിൽ കൂടെ ഇങ്ങനെ ഒരു വടി ഇങ്ങനെ കിടന്ന് ഓടുന്ന ഒരു ഐറ്റം ഇല്ല, ഇങ്ങനെ കിടന്ന് ഓടുന്നു. അപ്പൊ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു ഇത് ഈ ഓടി മേക്കപ്പ് ചെയ്യുന്നിടത്ത് ലൈറ്റ് അല്ലേ ഓട്ടോ, ലൈറ്റ് സംക്രാന്തി ആ ലൈറ്റ് ഒന്ന് ഇടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നിട്ട് ഈ ലൈറ്റ് സ്വിച്ച് എല്ലാം ടക് 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 എന്ന് പറഞ്ഞാൽ കിട്ടും. സ്റ്റേജിലെല്ലാം വെട്ടം അങ്ങ് വീണപ്പോ ഈ മാന്ത്രികന്റെ കയ്യിലും കാലയിലും ഒക്കെ കൂടി 10-20 കറുത്ത ചരട് കിടന്നു പോയി. ഈ ചരടിലാണ് ഈ കമ്പ് കിടന്നു അവിടെ പൊളിഞ്ഞു പോയി. അതിന്റെ കള്ളത്തരം മുഴുവനും അടിയിട്ട് അയാൾ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടമായിരുന്നു. അന്ന് അയാൾ അല്ലേ തലയ്ക്ക് പ്രാന്തക്കായിട്ട് ഏതോ ഹോസ്പിറ്റലോ എവിടെയൊക്കെ നിൽക്കുന്നുള്ളതാണ്. ഞാൻ ഹോസ്പിറ്റലിലെ കാര്യം പറ്റി പറഞ്ഞപ്പോൾ ആലോചിച്ചത്. നമ്മള് ഡോക്ടർമാരെ കാണുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആൾക്കാരായിട്ടല്ലേ. കാരണം ദൈവത്തിന്റെ കൈയാണ് ഡോക്ടറുടെ കൈ. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് സാധിക്കുള്ളൂ. ഒരു ഓപ്പറേഷനൊക്കെ കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ കിടന്നു കൊടുത്തിട്ട് അത് കീറി മുറിച്ച് എന്നിട്ടാണ് പല സാധനങ്ങളൊക്കെ മാറ്റി വെക്കുന്നതും എല്ലാം മാറ്റി അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് ദൈവമൊക്കെ ഒരു സാധനം തരുന്നത് നമുക്ക് ഇവിടെ ഒരു സിബ് തരണം. ഒരു സിബ് വെച്ച് തന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. കാരണം എന്തെങ്കിലും അസുഖം വരണ തുറക്കാൻ അതൊക്കെ നോക്കിയിട്ട് കുഴപ്പമില്ല, മറ്റത് അത് സാധനം കുഴപ്പമൊന്നുമില്ല. ശരി, അപ്പോൾ പ്രശ്നമൊന്നും ഇത് ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല, വലിച്ചിടുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ഈ ഹോസ്പിറ്റലുകളിൽ ഓരോ ആശുപത്രിയിലും പല പല സംഭവങ്ങൾ നടക്കാറുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മളിങ്ങനെ ചാറ്റിങ് പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു 5 മിനിറ്റ് സമയം തരണമെങ്കിൽ ഞങ്ങളൊരു ആശുപത്രിയിൽ നടക്കുന്ന സംഭവങ്ങൾ, ഓരോ രോഗികളുടെ അവരുടെ അസുഖങ്ങൾ എന്തൊക്കെയാണ്, ഡോക്ടറുടെ സംഭവങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇതേ വേദിയിൽ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ സാർ പ്ലീസ് സാർ, 3-4 ദിവസമായി സാർ. സാറിന്റെ പുറകെ നടക്കണ്ട എത്ര ദിവസമായി സാർ? സാർ പ്ലീസ് സാർ. സാർ ഞാൻ കാലേ ഓടിക്കാം സാർ. ഒന്ന് രക്ഷപ്പെടുത്തോ. എന്താ തന്റെ പ്രശ്നം? സാർ ഇതൊന്ന് ശരിയാക്കി ഞാൻ പറഞ്ഞില്ലേ ശരിയാക്കാൻ, അങ്ങോട്ട് മാറി നിൽക്കൂ. അത് ഞാൻ ശരിയാക്കി തരാം. വേദനയാ സാർ. വേദനയൊക്കെ ഞാൻ മാറ്റി തരാം. എന്താണ് അസുഖം? വരൂ ഡോക്ടറെ. ഭയങ്കര തലവേദന. നിൽക്കാനും കാലില്ല, ഇരിക്കാനും കാലില്ല, ഒന്നിന്റെ കാലം ഭയങ്കര തലവേദന. രക്ഷയില്ല. ഒന്നിരുന്നേ. നിക്കൂ, ഇരിക്കൂ, എണീക്കൂ. തലവേദന ഇല്ലല്ലോ എനിക്കുണ്ട് ഡോക്ടറെ. ഓ തനിക്കുണ്ട്. ഓക്കെ, അങ്ങോട്ട് മാറി നിൽക്കൂ. ഒന്ന് വാ തുറന്നേൻ. ഇത് തുറന്നു വെച്ചിരിക്കാ. അടച്ചേൻ. അടച്ചു വെച്ചിരിക്ക. ഇത് എന്താ ATM കാർഡ്, ATM ബാങ്ക് തുറന്നിരിക്കാനായിട്ട്? തലവേദന ആണല്ലേ. ശരിയാക്കി തരാം. ശ്വാസം ഒന്ന് വലിക്കൂ. എന്താണ് സാറേ? നമസ്കാരം. ഞാനേ ആരെ നോക്കിയാലും 2 ആളായിട്ട് കാണുകയാണ്. ആരെ നോക്കിയാലും 2 ആളായിട്ട് കാണുന്നു. ഓ, ആരെ നോക്കിയാലും 2 ആളായിട്ട് കാണേ. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഭാര്യയെ നോക്കിയപ്പം ഞാൻ ഭാര്യയെ 2 ആയിട്ടാണ് കണ്ടത്. നല്ലതല്ലേ?
പക്ഷെ അതിന്റെ വലിയൊരു പ്രശ്നം ഉണ്ടായി. നല്ലതല്ലേ രണ്ട് ഭാര്യ? അതിന്റെ വലിയൊരു പ്രശ്നം ഉണ്ടായെന്ന്. എന്ത് പ്രശ്നം? ഞാൻ ഭാര്യയാന്നും പറഞ്ഞ് വേലക്കാരിയെ കയറി പിടിച്ചു. അയ്യോ, എന്നിട്ട് എന്തായി? ഭാര്യ പിണങ്ങിപ്പോയി. നല്ല കാര്യം, കുഴപ്പമില്ല. ആക്ച്വലി ഇപ്പൊ എന്താണ് പ്രശ്നം? ഞാൻ ഇവിടുന്ന് സാറിനെ നോക്കുമ്പോ ഞാൻ സാറിനെ രണ്ടായിട്ടാണ് കാണുന്നത്. എന്നെ നോക്കുമ്പോൾ രണ്ടാളായിട്ട് തോന്നുന്നു. അതെ അതെ. ഓഹോ, ഈ നിസ്സാര കാര്യം പറയാനാണോ നിങ്ങൾ 4 പേരായിട്ട് വന്നിരിക്കുന്നത്? ശരി, പിടിച്ചതിനേക്കാളും വലുതാണ് ആളെ കിടക്കുന്നത് അല്ലേ? അല്ലാതെ എന്റെ ഒന്ന് വിളി. എടോ, ഞാൻ തന്നോട് പറഞ്ഞില്ലേ തന്റെ അസുഖത്തിന്റെ കാര്യം ഞാൻ ഏറ്റു. അങ്ങോട്ട് മാറി നിൽക്കോ. എന്താ അവിടെ ശബ്ദം കേട്ടെ? ഒരു ലോഡ് പല്ലുമായിട്ട് ഒരാൾ താഴെ പോയിട്ടുണ്ട്. ആഹാ. ഇനി വാ, ഇവിടെ ഇരി. എന്താ പ്രശ്നം? ഭയങ്കര തലവേദന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. തലവേദനയാ? അയ്യോ, സഹിക്കാൻ പറ്റില്ല ഡോക്ടർ. ഭയങ്കര തലവേദന, ഒരു രക്ഷ ചെയ്താൽ കിടക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. തലവേദനയോട് തലവേദന, അത് തന്നെ എനിക്കൊരു തലവേദന. തലവേദനയായിട്ട് മാറിയല്ലേ? അതെ. കുഴപ്പമില്ല, കണ്ണുറന്നേ. ഓക്കെ, വായ ഓൾറെഡി തുറന്നിരിക്കാണല്ലോ. കുഴപ്പമില്ല, കുഴപ്പമില്ല. വേണ്ട, ഇനി തുറക്കണ്ട കേട്ടാ. ആ, ഇതെന്താ നിങ്ങൾക്ക് ഈ തലവേദന വരാൻ കാരണം എന്നറിയാമോ? നിങ്ങളുടെ ഈ പല്ല് കണ്ട ഇടത്തെ സൈഡിലെ? അതെ, ഇടത്തെ സൈഡിലെ പല്ല് ഒരെണ്ണം എടുത്തു മാറ്റിയാൽ നിങ്ങളുടെ തലവേദന. അയ്യോ ഡോക്ടറെ, പല്ലിനെ കൂടി അല്ല തലവേദന. എനിക്ക് എന്താണെന്നറിയില്ല, തലവേദന മാത്രം. തനിക്ക് ഈ തലവേദന വരുന്നത് ഈ പല്ലിൽ നിന്നാണ്. ഒരു പല്ലെടുത്ത് മാറ്റിയാൽ തന്റെ തലവേദന മാറും. എന്റെ കൊഞ്ഞു ഡോക്ടറെ, വല്ലാട്ട് യാതൊരു രണ്ടുമില്ല തലവേദനക്ക്. തലവേദന ഭയങ്കര തലവേദന, പല്ല് നല്ല സ്ട്രോങ് ആണ് ഡോക്ടറെ. ഞാൻ പറയുന്നത് താൻ കേക്ക്. 10-28 വർഷമായിട്ട് ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാ. എന്നേക്കാൾ കൂടുതൽ അറിവ് തനിക്കോ? എടോ, തനിക്ക് തലവേദന വരുന്നത് ഈ പല്ലിൽ നിന്നാണ്. താൻ ഇടത്തെ സൈഡിലെ അണപ്പല്ലൊന്നും ഇളക്കി മാറ്റി കഴിഞ്ഞാൽ തന്റെ തലവേദന മാറി കിട്ടും. പല്ലിന്റെ കംപ്ലൈന്റ് ആണ്. അത് ശരി. എന്റെ വെപ്പ് പല്ലിന്ന് ഒരു പല്ലെടുത്ത് മാറ്റണല്ലേ പുളിക്കടാ. നല്ല പോറിന് ഞാൻ ശരിയാക്കാം. മാറി നിൽക്കൂ, ഞാൻ ശരിയാക്കാം. ഡോക്ടറെ, എന്താണ് അസുഖം? നേരെ നിൽക്കാൻ പറ്റില്ല. നേരെ നിൽക്കാൻ പറ്റില്ല. ആണോ? രാവിലെ ഒരു കുഴപ്പമുണ്ടായില്ല. രാവിലെ എപ്പോഴാണ് എന്താ അസുഖം തുടങ്ങിയത്? ഇപ്പൊ നിങ്ങൾ ആദ്യമേ ജനിച്ച നാൾ മുതൽ എങ്ങനെ തന്നെയാണോ? പിന്നെ ഞാൻ ജെന്റിൽമാൻ. പിന്നെന്താ എങ്ങനെയായത്? കുറച്ചു മുമ്പ് ഞാനൊന്ന് മൂത്രമൊഴിച്ചതിന് ശേഷം എങ്ങനെ നേരെ നിൽക്കാൻ പറ്റില്ല. മൂത്രമൊഴിച്ചതിന് ശേഷം ഇങ്ങനെ തന്നെയായി. അത് കുഴപ്പമില്ല. ഇത് നമുക്കിതൊരു ഓപ്പറേഷനിലൂടെ മാറ്റാവുന്നുള്ളൂ. അതെ, അതായത് ഈ തണ്ടില് നമ്മുടെ ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഈ തണ്ടില് നമുക്ക് നേരെ തിരിച്ചു വെക്കാം. അപ്പൊ വളഞ്ഞു പോവില്ല. ഇപ്പൊ താൻ ഇങ്ങനെയല്ലേ നിക്കണേ? അപ്പൊ തണ്ടില് തിരിച്ചു വെക്കുമ്പോ പിന്നെ ഇങ്ങനെയാവും. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ വീട്ടിലേക്ക് ഇങ്ങനെ പോണത്? അതല്ലേ നല്ലത്. ഇതൊന്നും മാറ്റിത്തെങ്കിലും ഇത് മാറ്റിത്തരാം, കുഴപ്പമില്ല. ചെറിയൊരു ഓപ്പറേഷനോടെ നമുക്ക് മാറ്റിത്തരാം കേട്ടോ. വൃത്തിയായിട്ടവൻ നിനക്ക് ഓപ്പറേഷൻ വേണമെന്നല്ലേ? നിന്റെ അടുത്ത് ആരുടെ പറഞ്ഞ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഷർട്ടിന്റെ ബട്ടൺസ് എടുത്ത് പാൻസും ഇടാൻ? അഴിക്കണ ബട്ടൺസ് നിവിടാ. ശരിയായില്ലേ? ബട്ടൺസ് എടുത്ത് പാൻസും ഇട്ടാണ്. അത് എന്റെ കാര്യം. എടോ, തന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞില്ല. മാറി നിൽക്കൂ. ഇവിടെ ഓരോ പേഷ്യന്റുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഇങ്ങനെ ശല്യം ചെയ്യരുത്, ഞാൻ മാറ്റി തരാം. വേദന അതേപോലെ ഉണ്ട്. ഹായ്, ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? വെരി ഗുഡ്. ഫോട്ടോവരെയൊക്കെ പിടിക്കുള്ളൂ. സാറേ പ്ലീസ് എന്റെ ഒന്ന്. എടോ, തന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം, മാറി നിൽക്കൂ. ഡോക്ടർ, ഇതൊരു പേഴ്സണൽ മാറ്ററാണ്. അയാളുടെ കാര്യം നോക്കിയിട്ട് മതി. അത് നിസ്സാര കേസാണ്. എന്താ കാര്യം? നിസ്സാര പ്രശ്നത്തിനൊക്കെ ഇയാള് കയറി വെറുതെ ആവശ്യമില്ല. വേദന അതേപോലെ ഉണ്ട്. എന്താണ് സില്ലി മാറ്റർ? പറയൂ. ഒന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇയാളുടെ കണ്ണിൽ ചെറുതായിട്ടൊരു ചെറിയൊരു കരട് പോയി. ആ കരട് പോയപ്പോ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് ആ കണ്ണ് ഇങ്ങോട്ട് വെളിയിലോട്ട് എടുത്തു. വെളിയിലോട്ട് എടുത്തിട്ട് ആ കണ്ണിലെ വെള്ളം ഒന്ന് വാലാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിന്റെ ജനലിക്ക് വെച്ചിരുന്നു. അതൊരു കാക്ക എടുത്തിട്ട് പോയി. ഏത് കാക്ക? നമ്മുടെ ഇങ്ങനെ പറന്ന് നടക്കുന്ന കാക്കയില്ലേ? ആണോ? ആ കാക്ക എടുത്തിട്ട് പോയി. അത് ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. ഹോസ്പിറ്റലിലെ എല്ലാ കമ്പൗണ്ടർമാരും ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും ആംബുലൻസ് ഇട്ടിട്ട് കാക്കയെ പിടിക്കാൻ പോയിട്ടുണ്ട്. ആ കാക്കയെ കിട്ടി കഴിഞ്ഞാൽ കണ്ണു കിട്ടും. ചെറിയൊരു കരട് പോയി, അത് മാറ്റി വെച്ച കണ്ണ് മാറും. ഡോണ്ട് വറി, താനങ്ങോട്ട് മാറിന്നോളൂ. ഡോക്ടർ, അങ്ങോട്ട് മാറിന്നോളൂ. കാരണം ഇവിടെ വേറൊരു കാക്ക പറന്ന് നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ കണ്ണും കൂടി പോയി അകത്ത് വരുന്നുള്ളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ അലക്സ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അതല്ല, ഞാൻ അലക്സ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല ഡോക്ടർ, ഞാൻ ഗുഡ് നൈറ്റ് കമ്മിങ് അലക്സ്. തന്റെ പേരാണ് പറഞ്ഞത്. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? സില്ലി മാറ്റർ. നിങ്ങളല്ലേ ചോദിച്ചു, ഞങ്ങൾ ചോദിച്ചു. ഡോക്ടർ, ടൊറാൻഡോയിൽ നിന്ന് വരികയാണ് ഞാൻ. എന്താ? ടൊറാൻഡോ. ഇല്ല, ഞാൻ രാവിലെ പോയത്. ഇനിയുണ്ട്.
അതല്ല, ഞാൻ ടൊറാൻഡോയിൽ നിന്ന് വരികയാണ്. ഞാനൊരു ടൊറാൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്. അതെ, അതെ. സോറി, ഐ ആം സോറി. ഞാനൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. വെരി ഗുഡ്. പിന്നെ എന്റെ ഫാമിലി വളരെ ബിസിനസ് മാഗ്നറ്റ് ആണല്ലേ? അതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ മുട്ടി വരണേ. 3 മക്കളാണ് എനിക്ക്. 3 സൺസ്. Okay, yes. 3 സൺസ്. ഒന്ന് റോമിലാണ്. റൂമിലിരുന്നോട്ടെ. റൂമിലല്ല, റോമിലാണ്. റൂമിലാണ്. പിന്നെ എന്റെ അടുത്താണ് ഇറ്റ്ലൻഡ്, പിന്നെ ലോസ് ആഞ്ചലസ്. എന്റെ മാറ്റർ എന്ന് വെച്ച് എന്താ നിങ്ങളുടെ അസുഖം പറയൂ? ഡോക്ടർ, ഒരു കാര്യം പറയാനുണ്ട്. ഇത് ആരോടും പറയരുത്. അയ്യോ, ഞാൻ ഡോക്ടർ ബാബു MB എന്തെങ്കിലും ആവട്ടെ പറയും. മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡോക്ടർ, ഞാൻ ഏകദേശം ഒരു 9-9:30 കൂടി തന്നെ ഞാൻ വീട്ടിലെത്തും. വെരി ഗുഡ്. അപ്പൊ തന്നെ ഞാൻ കുളിക്കണം. ഫ്രഷ് ആയി നല്ല കാര്യം. റൂമിലേക്ക് വരും. നിങ്ങളുടെ റൂമിലോട്ട് വരും. ഞാൻ എന്റെ റൂമിലേക്ക്. വെരി ഗുഡ്. ഭാര്യ നല്ല സുന്ദരിയാണ്. സുന്ദരിയായ ഭാര്യ. അപ്പൊ ഞാനൊരു ബർമൂഡയൊക്കെ എടുത്ത്. നല്ലതാണ്. ഭാര്യയുടെ അടുത്ത് പോകുമ്പോ ബർമൂഡ വേണമെങ്കിലാവാം. ഓക്കെ. ബർമൂഡയൊക്കെ എടുത്ത് ഞാൻ സ്പ്രേ ഒക്കെ ചെയ്തതിനു ശേഷം കട്ടിൽ വന്ന് കിടക്കും. അതെ. അപ്പൊ എന്റെ സുന്ദരിയായ ഭാര്യ എന്റെ അടുത്ത് വന്ന് കിടക്കും. ഡോക്ടർ, ഇത് പേഴ്സണൽ മാറ്റർ ആണ്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ വെളിയിൽ പറയില്ല. നിങ്ങൾ പറഞ്ഞോളൂ. ഭാര്യ, അതായത് നിങ്ങൾ സ്പ്രേ അടിച്ചു, ബർമൂഡ ഇട്ടു, ഭാര്യ അടുത്ത് വന്നു. പിന്നത്തെ പറയൂ. പിന്നെ ഞങ്ങൾ ഏകദേശം അങ്ങനെ കിടന്നു കഴിഞ്ഞതിന് ശേഷം. എവിടെ കിടന്നു കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തിരുന്നുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ തൊട്ടടുത്തിരുന്ന് കേൾക്കണമെന്നാണ് എൻ്റെ ഫാദർ പറഞ്ഞിരുന്നത്. അതെ, കിടന്നതിന് ശേഷം ഏകദേശം ഒരു 12 o'clock ആവുമ്പോൾ ഒരു 12 o'clock ആവുമ്പോൾ വൈഫ് അടുത്ത് വരുമ്പോൾ വൈഫ് അടുത്ത് വന്നോട്ടെ, വരട്ടെ ഇങ്ങട്. 12 മണിയാവുമ്പോ ഞാൻ ബെഡിൽ മൂത്രം ഒഴിക്കും ഡോക്ടർ. ആരോട് പറയരുത് ഡോക്ടർ. അതായത് 12 മണിയാവുമ്പോ ബെഡിൽ കിടന്ന് മൂത്രം ഒഴിക്കുക. ഇതാണ് തന്റെ അസുഖം അല്ലേ? ബിസിനസ് മാഗ്നറ്റ്. ഒരു മോൻ നിങ്ങൾ ടൊറാൻഡോ വന്ന് വരുന്നു. ഒരു മോൻ ഇറ്റലി മറ്റേ റൂമിലിരിക്കുന്ന ഒരുത്തൻ. നോ പ്രോബ്ലം. ഞാൻ എടേ മായേ, എന്റെ വൈഫാണ്. എന്റെ വൈഫാണിത്. ഡോക്ടർ നാറ്റിക്കില്ല. എടേ, ഇയാളുടെ മകനെ വെളിയിൽ നാട്ടി പഠിക്കുക. ഇയാള് ഭയങ്കര ബിസിനസ് മാനൊക്കെയാ. എന്നിട്ട് ഇയാളെ അസുഖം എന്താണെന്നറിയുമോ? രാത്രി 12 മണിയാവുമ്പോ ബെഡി കിടന്ന് മൂത്രം ഒഴിക്കുന്നു. എടി, നീയല്ലേടി പറഞ്ഞേ ഞാൻ മാത്രമേ ബെഡി കിടന്ന് 12 മണിക്ക് മൂത്രം ഒഴിക്കുള്ളൂ? ഇയാൾക്കും അതന്നെ അസുഖം. പണ്ടൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു ആഘോഷം തന്നെയായിരുന്നു. സ്വന്തക്കാരും ബന്ധക്കാരും കൂട്ടുകാരും എല്ലാം ചേർന്ന് ഒരു ഗംഭീര ആഘോഷം. ഇന്ന് കല്യാണങ്ങൾ ഓഡിറ്റോറിയത്തിലേക്കും ഇവന്റ് മാനേജ്മെന്റിലേക്കും ഒതുങ്ങിപ്പോയിരിക്കുന്നു. ഇതാ നാട്ടിൻ പുറത്തെ ഒരു കല്യാണത്തിന്റെ ആഘോഷകരമായ ഒരു തലേ രാത്രി. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരേ, മാമ്പഴമാകട്ടേന്ന്. നീ സ്ഥിരം ഇവിടെ മാത്രം വന്ന് കാപ്പി കൊടുക്കാതെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് കൊണ്ട് കൊടുക്കും. സുധി, അച്ഛൻ പറഞ്ഞിട്ടത്. അച്ഛന് നാണം ഉണ്ടോ അച്ഛൻ ഇവിടെ നിന്ന് ചീട്ട് കളിക്കാൻ? എന്നാ അച്ഛന്റെ മോടെ കല്യാണമാണ്. അതെ. അവിടെ ഒരു കൈ സഹായം പോയി ചെയ്തൂടെ? അവിടെ ഞാൻ കൈ സഹായിക്കുന്ന ഈ കൈ ആരും സഹായിക്കും? നീ സഹായിക്കുവാ? ഇല്ലല്ല. നീ മിമിക്രിക്ക് പോകുമ്പോ ഞാൻ വല്ലതും പറയാറുണ്ടോ? ഞാൻ മിമിക്രിക്ക് പോണോണ്ട് 3 നേരം ഭക്ഷണം കഴിച്ച് ഇവിടെ കിടക്കണേ. അതവൻ പറഞ്ഞത് സത്യം കേട്ടോ. ഇവ മിമിക്രിക്ക് പോണോണ്ടാണ് രാവിലെ മോഹൻലാലിനെ ഉച്ചക്ക് മമ്മൂട്ടിനെ ഞാൻ തിന്നണം. അതെ, കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. അമ്മ വന്നാ തിന്നു കളയും. പിന്നെ നിന്റെ അമ്മ ചീട്ടല്ലേ തിന്നണത്? ഹലോ, നമസ്കാരം. കിണിയൊക്കെ വളരെ നന്നായിരുന്നു. പിന്നെ വൈകിട്ടേ ഇതുവഴി വരണ ഞാൻ കണ്ടായിരുന്നു. കാപ്പി കൂടി ഒക്കെ കുടിച്ചോ? പിന്നെ ഇഡ്ഡലി സാമ്പാറും. ആയിക്കോട്ടെ. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതിരുന്ന് ചീട്ട് കളിക്കണല്ലോ. സമ്മതിക്കണം. നാണമില്ലല്ലോ ഇതിനൊന്നും. ചേട്ടൻ അച്ഛൻ പറഞ്ഞോണ്ട് ഞങ്ങൾ ഇവിടെ കളിക്കണത്. നിങ്ങളോട് ഇരിക്കണം. എപ്പം നിർത്തി തരാട്ടാ. മാ എടാ പറയണം, നിങ്ങൾ കേൾക്കണ്ട. കാര്യം ഞാൻ പറയണാണ് വിശ്വസിക്കുള്ളൂ. അതായത് ഈ കുടുംബത്ത് ഞാനല്ലേടാ ജോക്കർ. ജോക്കർ വലിച്ചെന്ന് പറഞ്ഞതാണ്. പിന്നെ നിനക്കിപ്പോ റാണി വരും കേട്ടാ. റാണി വന്നണ്ടേ? അത് റാണിയല്ലടാ, അത് ചാക്ക. അതല്ല പറഞ്ഞ ചേട്ടന്റെ ഭാര്യ റാണി ചേച്ചി വന്നിട്ടെന്ന്. ഇവിടെ ചീട്ട് കളിക്കാൻ പറ്റില്ല. എണീക്കടാ. എന്റെ ചീട്ടുകളി ഫ്രണ്ട്സിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഇവരാരെങ്കിലും നമ്മൾ
കല്യാണം വിളിച്ച മനുഷ്യ. ഇവരെ ഞാൻ കല്യാണം വിളിച്ചിട്ടില്ല, പക്ഷെ ചീട്ട് കളിക്കാൻ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഓ, ഈ ചീട്ടുകളി എന്നുള്ള ഒരൊറ്റ വിചാരം നിങ്ങൾക്കുള്ളോ? ഇന്ന് നമ്മുടെ മോളുടെ കല്യാണല്ലേ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇതൊന്ന് ഒഴിവാക്കി കൂടെ? എടി, എല്ലാ ഉത്തരവാദിത്വം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ചീട്ട് കളിക്കുന്നത്. നിനക്കൊരു കാര്യം അറിയാമോ? 10-300 വീട്ടിൽ പോയി ഞാൻ കല്യാണം വിളിച്ച, ജ്വല്ലറി ചെന്ന് സ്വർണ്ണം കൊടുത്ത, പാചകക്കാരുടെ പാചകം ഏൽപ്പിച്ച, ഇത്രയും വലിയ പന്തലൂടെ ഇട്ട, ഇതൊന്നും ഞാൻ ഇട്ടില്ലെങ്കിലേ നിന്റെ മോളുടെ കല്യാണം ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോയേനെ. മനുഷ്യ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ആ ചെറുക്കൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ മുടിഞ്ഞ ചീട്ടുകളി എന്ന് നിർത്തുന്നോ അന്നേ നിങ്ങൾ കോണം പിടിക്കും. കിട്ടിയില്ലേ? എടാ പോവാ, നീ ഒരു കാര്യം ആലോചിക്കാം. ഈ കരയിൽ എവിടെ കല്യാണം നടന്നാലും ശരി, തലേ ദിവസം ഞാൻ ചീട്ട് കളിക്കും. പിന്നെ എന്റെ മോളുടെ കല്യാണത്തിൽ ഞാൻ ചീട്ട് കളിച്ചെന്ന് വെച്ചാൽ ഭയങ്കര പോക്കണം കേട്ടല്ലേ. പിന്നെ വേറെ സത്യമുണ്ട്. ഈ കല്യാണം ഞാൻ എന്തിനാ വെച്ചെന്നറിയാം? എനിക്ക് ചീട്ട് കളിക്കാൻ വേണ്ടി മാത്രം. എന്റെ പൊന്നെ, ഞങ്ങൾ ആരെങ്കിലും സഹായിക്കാന്ന് പറഞ്ഞാ ഒന്നിനും സമ്മതിക്കല, എല്ലാം ഒറ്റയ്ക്ക്. മരുമോൻ ഉഷാറാണ്ടാ. ഉഷാറ് മരുമോൻ. അപ്പൊ ഉരുളി അവിടെ കൊണ്ട് കമത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഇനി 2 കരി 1 സവാള കിടപ്പുണ്ട്. 2 കരി എന്റെ തോളത്തേക്ക് വെച്ചോ, സവാള ചാക്കി കടിച്ചു പിടിച്ചോ. നീ ഒറ്റയ്ക്കാണ് ഈ കുഞ്ഞളീനെ കൂടെ കൊണ്ടുപോകും. ഒന്നും വേണ്ട, അവനൊക്കെ പിള്ളേരാണ്, ഞാൻ ചെയ്തോളാം. അച്ഛാ, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? 2 ആസിന്റെ കുറവുണ്ട്. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ചീട്ടാണ്. ആ, ചീട്ടായിരുന്നു. അതെ, നിങ്ങൾ ഈ വഴിയിലിരുന്ന് കളിക്കണായിരുന്നു, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ മാറ്റി വെക്കാം. നീ എന്ത് ഭ്രാന്താ കാണിക്കണത്? മാറ്റി വെച്ച് 16ാമത്തെ സ്ഥലത്താണ് നമ്മൾ പോയിരുന്ന് കളിക്കണത്. നീ പോയി കളിക്കണമെന്നെങ്കിലും നിങ്ങൾ കളിക്കണം. ഇപ്പൊ എത്തിക്കാം. എന്റെ പൊന്നെ, തന്റെ ഭാഗ്യാട്ടോ ഇതുപോലൊരു അളിയനെ കിട്ടിയത്. 15 വയസ്സ് തൊട്ട് ലോഡിങ്ങിന്റെ പണി തുടങ്ങിയാണ്. ഏത് സമയം പണിയെടുക്കണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് വന്നപ്പോഴേ നമ്മുടെ ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ എത്ര 30 രൂപ ആട്ടെങ്കിൽ അത് കൊടുക്കാൻ മടിയായിട്ട് പെങ്ങളെ എടുത്ത് വലത്തെ തോളിലും 2 പിള്ളേരെ എടുത്ത് ഇടത്തെ തോളിലും വെച്ചോണ്ടാ പുള്ളി ഇവിടം വരെ വന്നത്. ഞാൻ ഇവിടുന്ന് നോക്കുമ്പോണ്ടല്ലോ ഹനുമാന്റെ തോളിൽ മറ്റേ രാമനും ലക്ഷ്മണനും സീതയൊക്കെ ഇരിക്കില്ല, ആ ഒരു ഫീലിംഗ്. അയ്യോ, അവിടെ കൊണ്ടോ കുത്തിക്കോ. അത് തന്നെ. എന്തായാലും ഉഷാറ് തന്നെ കേട്ടാ. അതെ, കാരണം നമ്മുടെ രമേശന്റെ മോടെ കല്യാണത്തിന് ഞാൻ പാവക്ക വെച്ചൊരു കൊണ്ടാട്ടം ഉണ്ടാക്കി. എന്താ അതിന്റെ ഒരു രുചി! ആ കൊണ്ടാട്ടം കഴിച്ചവരൊക്കെ നെട്ടോട്ടം ഓടുകയായിരുന്നു. അവസാനം കുഴി കുടിച്ച് അതിനകത്തിട്ട് മൂടി. ഇവിടെ ആ കൊണ്ടാട്ടം കൊണ്ടങ്ങാണ് വന്ന ഇവിടെ അത് വേണ്ടെന്ന് പറയാനാണ് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു. നിന്റെ മക്കളുടെ കല്യാണം കൊണ്ടാട്ടം വേണ്ട, നമുക്ക് പാവക്ക കൊണ്ട് ഒരു പച്ചടിയാണെങ്കിലും കിച്ചടിയാണെങ്കിലും അവസാനം കഴിച്ചിട്ട് വെച്ചടി തരരുത്. അത് ചീട്ടടിച്ചാണ്, പേടിച്ചു അല്ലേ? എടാ, എന്റെ ഭാര്യ ശ്രീജ പറഞ്ഞു ഇവിടെ നിന്റെ പരിപാടിക്കാരാരാ, സിനിമാക്കാരാ, സീരിയലുകാരാരാ എന്നോട് പ്രോഗ്രാം ചെയ്യുന്നത് മനോരമയില്. ആരാണ്? സാജു നവോദയ. അതാരാണ്? പാഷാണ ഷാജി. പിന്നെ പുള്ളി വരികയാണെങ്കിൽ ഞാനുമായിട്ട് നിർത്തി ഒരു ഫോട്ടോ എടുക്കണം കേട്ടോ. പുള്ളി ഇവിടെ വരുമ്പോഴേ ആരാധകർ മൊത്തം കൂടൂലേ. എന്നാലും കുഴപ്പമില്ല, ഞാൻ സാജു ഒട്ടകമായിട്ട് നിന്നൊരു ഫോട്ടോ. ഒട്ടകോ? അല്ല, ഈ ചട്ടകം പിടിച്ചോണ്ട് ഒരു ഫോട്ടോ. ആയിക്കോട്ടെ, മറക്കരുത്. അപ്പൊ പാവക്ക പച്ചടി ആയിക്കോട്ടെ. ഓക്കെ. കളി മുറുകയാണല്ലോ. രമേശന് പിന്നെ 3 ആസാണല്ലോ. ഒരു കൈ അത് കളഞ്ഞു വൃത്തിയാട്ടാ. പിന്നെ അടുത്ത കളി. ഹലോ ഹലോ, എടാ സാജു, എടാ നീ ഇറങ്ങിയില്ലേ വീട്ടിൽ നിന്ന്? എന്തൊരു കഷ്ടമാണെന്ന്. എടാ ഇവിടെ കല്യാണം അല്ല മെയിൻ, നിന്നെ കാണാൻ വേണ്ടി ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്യാണ്. നീ പെട്ടെന്ന് ഇറങ്ങിയേ. എന്നെ നാണം കെടുത്തുവോ? അയ്യോ, ഇതെന്താ ഇത്? അല്ല, ആരെങ്കിലും വരണ ഇട്ട് കൊടുക്കാൻ തരുതാണ്. അതിവിടെ കിടക്കുന്ന കണ്ടാലല്ലേ അവര് വന്നിരിക്കത്തുള്ളൂ. അതല്ലേ? ആ, വേറെ പണിയൊന്നുമില്ല. ഒരു പണിയില്ലളിയാ. അളി എവിടെയെങ്കിലും പോയാ അത് ഇരിക്കും. അന്ന് ഞാൻ അവിടെ ചെന്നേ പായസം വെക്കണ ഉരുളി എടുത്ത് തലക്ക് വെച്ചാൽ അതുമായിട്ടല്ലേ അളിയ നേരത്തെ ഇവിടുന്ന് അങ്ങോട്ട് പോയത്? അത് സാമ്പാർ വെക്കണ ഉരുളി, ഇത് പായസം വെക്കണ ഉരുളി. എനിക്ക് എന്തെങ്കിലും പണിയാവാൻ. എന്റെ അളിയ ഒന്ന് അടങ്ങിയിരിക്കളിയാ. എന്തൊരു കഷ്ടമാണെന്ന് ഒരു പണി തന്നെ. ആ സാജു, അല്ല ഇച്ചിരി നീങ്ങി അവന് സുഖമായിട്ട് കളിക്കാം, അതുകൊണ്ടാണ്. സാജു, നീ എവിടെ എത്തി? എടാ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞാൽ പറ്റിച്ചല്ലേ, ജംഗ്ഷനിൽ വന്നാ. എടാ, അവിടുന്ന് ഒരു 30 രൂപ കൊടുത്താൽ മതി, ഓട്ടോയിൽ ഇങ്ങോട്ട് പോരാ. ഓട്ടോ വിളിക്കണ്ട, ഞാൻ എടുത്തോളൂ വരെ തോളത്ത്. അയ്യോ, ഞാൻ കൊണ്ടുവന്നോളാം. അല്ലെങ്കിൽ ഒന്ന് പോയാ ചുമ്മാ മനുഷ്യനെ നാണം കെടുത്താ. എന്തെങ്കിലും ഒരു പണി താന്ന് എനിക്ക്. എന്താ ഞാൻ ചെയ്യണത്? മോനെ, നീ ഇവിടെ നിൽക്കണോ? എന്താ വെച്ചി? അല്ല, നീ വന്നപ്പോ മോലെ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയല്ലേ? ഇനി നീ ഒരു ജോലിയും ചെയ്യണ്ട. ഇനിയെങ്കിൽ നീ എന്തെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഒന്ന് കഴിക്കടാ. ഈ വീട്ടിൽ നിന്ന് ഒന്ന് കഴിച്ചാണ് ഞാൻ ഈ കിടന്ന് ഓടുന്നത്. അതെന്ത് കഴിച്ച്? ചേച്ചിടാമ്മയുടെ കല്യാണം, അല്ലാണ്ടാണ്. നിങ്ങൾ ഇതൊരു കളിച്ചു കഴിഞ്ഞില്ലേ? നിങ്ങൾ ആ ശാന്തിനെ വിളിച്ചോ? അയാൾക്ക് ചീട്ട് കളിക്കാൻ അറിയാൻ പാടില്ല. ഓ, ചീട്ട് കളിക്കാൻ അല്ല മനുഷ്യ. കല്യാണം നടക്കണമെങ്കിൽ ശാന്തി വരണ്ടേ? അയാൾ മുഹൂർത്തം എത്തിക്കോളും, നിങ്ങൾ കളിക്കും. എന്താ കല്യാണത്തിന് വന്ന ആ മുടന്തുള്ള ശാന്തിയാണ്? അത് തന്നെ മുടന്തല്ല. അയാള് മുടന്തി ഇവിടെ എത്താനായിട്ട് ഒരുപാട് സമയം പിടിക്കോട്ടെ, മുഹൂർത്തമൊക്കെ കഴിച്ചു പോകും. ഞാൻ വേണമെങ്കിൽ പോയി എടുത്തോണ്ട് വന്നാലേ. അതൊന്നും വേണ്ട, കളിച്ച് എന്തെങ്കിലും ഒരു ഭയങ്കര വേദനയെന്ന് എനിക്ക്. കാലും മരേച്ച എന്നോടൊരു വാക്ക് പറയാ. കാലേജ് വിടറാ. ചെമ്പിയാൻ എടുത്തരാ,
ആരെയും തൊടിക്കില്ലേ, അതെന്റെ അവകാശമാണ്. അവൻ ഇങ്ങടെ തറായിന്ന് പറഞ്ഞിട്ട് വിളിക്കണ്ട. നീ ഇതെപ്പെട്ട പോയി കിടക്കായിരുന്നു. വിളിക്കാൻ പോയല്ലേ? വല്ലാത്ത കഷ്ടമാണ് കേട്ടാ. പെണ്ണ് അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്, കല്യാണ പെണ്ണ്. നിങ്ങൾ അങ്ങടം ചെല്ല്. നമ്മുടെ കോമഡി സ്റ്റോറി സമ്മാനം കിട്ടി സാജി ചേട്ടൻ വരും പറഞ്ഞു. ആ സാജി വരും. എന്നെ പരിചയപ്പെടുത്തണോട്ടാ. പിന്നെ എനിക്ക് ചേട്ടന്റെ പ്രോഗ്രാം ഞാൻ ടിവിയിൽ കണ്ടു. ഓ, ആയിക്കോട്ടെ, സൂപ്പർ ആയിരുന്നു. താങ്ക് യു. പക്ഷെ എനിക്ക് സാജിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. അതിന് ഇത്ര സങ്കടപ്പെടേണ്ട ഒരു കാര്യം ഓട്ടോഗ്രാഫ്. എടുപ്പിച്ചു. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, അങ്ങോട്ട് ചെല്ല്. ദൈവമേ, നീ എത്തിയല്ല, അത് തന്നെ വലിയ കാര്യം. എടാ എനിക്ക് മലപ്പുറത്ത് 6 മണിക്കാണ് പരിപാടി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ അവിടുന്ന് ഹെൽമെറ്റും വെച്ചാൽ വീട് വരെ കയറിയത്. ആൾക്കാർ കണ്ടാ പൊതിയോ, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഞാനിവിടെ വന്നിരുന്നു എന്ന് അച്ഛനോട് അമ്മേനെ പറഞ്ഞാൽ മതി, ഞാൻ പോവാ. പോയോ നീ? ഇവിടെ എല്ലാരും നിന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഇരിക്കുക. അതിന്റെ ആവശ്യമില്ല, ആള് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അത്ര നിന്റെ പേരില്ല ഞാൻ ഇവിടെ ഷൈൻ ചെയ്യാൻ പോണേ. നീ കണ്ടോ? ഒരു കാര്യം ചെയ്യും, അച്ഛനോട് മാത്രം. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയാം. തോണ്ടി വിളിച്ചാൽ മതി. മറ്റുള്ളവരെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല ഇവിടുന്ന്. നീ ചുമ്മാ അച്ഛൻ ചിരിച്ചു. ഓക്കെ അച്ഛാ, എന്താടാ ഇതൊന്ന് വന്നേച്ചാ. പിന്നെ ഇവിടെ കളി നടന്നിരിക്കുമ്പോൾ അങ്ങോട്ട് ഒന്ന് വന്നേച്ചാ. പോരാട്ടാ, പോരെ പോരെ പോരെ. എന്താടാ ഇത് കണ്ടാ? നമസ്കാരം. നമസ്കാരമുണ്ട്. സജു നവോദയ. ആരാ? പാട്ടാടം ഷാജി. അതിന് എന്റെ ഞാൻ മറ്റേ മഴവിൽ 50 ലക്ഷം മേടിച്ചു. മഴവിൽ എനിക്കൊല്ലം തന്നായിരുന്നു. എനിക്കൊല്ലം തന്നായിരുന്നു. ഇല്ലല്ലേ? അല്ല, എന്റെ കൂടെ പരിപാടി ചെയ്യണേ. നിന്നെ കൂട്ടം മിമിക്രിയാണ് ഇവര്. നിന്റെയൊക്കെ തന്തനും തള്ളേനും പറഞ്ഞാൽ മതിയല്ലോ. മിമിക്രി എടാ, വല്ല പണിയെടുത്ത് തിന്നാൻ പാടില്ല നിനക്കൊക്കെ. ഞാനൊന്നങ്ങ് പോട്ടെ. പാടത്തിന്റെ അവിടെ നിന്ന് ആക്കി തന്നായി. അച്ഛനല്ല, ചീട്ടുകളിയുടെ ടെൻഷൻ ഇരിക്കുകയാണ്. എനിക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നിയാണ്. അച്ഛൻ പറഞ്ഞായിട്ട് കൂട്ടിയ അല്ല, എന്നെ ഒന്ന് അങ്ങോട്ട് ആക്കി തന്നാ ടീമുകളൊക്കെ ഇരിക്കുക. ചേട്ടന്മാരെ ഇങ്ങോട്ട് നോക്കിയേ, ഒരു നമസ്കാരം പറയടാ. നമസ്കാരം ഉണ്ട്. സാജു നവോദയ പാട്ടാടം ഷാജി. എന്നെ ഒന്ന് അങ്ങ് ആക്കി അങ്ങോട്ട്. ഏതാ ഇത് വരുമ്പോ ഒന്ന് കിടത്തി തന്നായി. ഇതൊന്നും അല്ല, നീ ചുമ്മാ. അവരൊക്കെ ചീട്ടുകളിയുടെ ടെൻഷൻ. എന്നാലും ഞാൻ ഒരിക്കൽ 6 മണിക്ക് അവിടെ ഷോ നടക്കും, അതാണ്. നീ ചുമ്മാ ഇരിക്കും. എന്റെ അളിയനുണ്ടല്ലോ പ്രാന്ത. വിളിക്കണ്ട. അതല്ല, നീ എന്ന് വെച്ചാ പ്രാന്ത. ഞാനാ? രാവിലെ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് പാട്ടാട ഷാജി സ്കിറ്റ് കാണും. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം പാട്ടാട ഷാജി കാണും. രാത്രി കിടക്കുന്നതിന് മുമ്പ് പാട്ടാട ഷാജിയുടെ ഒരു 5 സ്കിറ്റേലും കാണും. ഉറങ്ങില്ലേ പുള്ളി? അതല്ല, പുള്ളിയുടെ പേഴ്സിനകത്ത് വരെ നിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത്ര പ്രാന്താടാ. അളിയോ അളിയോ, പറഞ്ഞില്ലേ ഇപ്പൊ. അളിയ ഇങ്ങോട്ട് വന്നേ. അത് ഇങ്ങോട്ട് വൈ. ഇവിടെ വൈ. ചെറുതായിട്ട് പരിചയപ്പെടുത്തിയായിട്ടാ. അളിയോ ദേ പോയി. അളിയേക്ക് വന്നേ. എന്താണ് അതവിടെ വൈ. 50 ലക്ഷം കിട്ടിയാലും പറയല്ലേ. എന്റെ അളിയ നീ വന്നേ. എന്താ അവിടെ വെക്കി. എന്താണ് കാര്യം? എന്താണ്? ദേ നോക്കി, ദേ നോക്കി. മഴവിൽ. ഈ പാതിരാക്ക ഇവിടെ നടാ മഴവില്ലേ? ഒരു മഴവില്ലും ഇല്ല. ഞാൻ പോട്ടെ. നീ ചുമ്മാ ഇടാ. ദേ ഇങ്ങോട്ടേ. എന്താണെന്ന് ആളിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പറയാം. ഷാ. ഓ, കൊല്ലം ഷാ. അതല്ല, നീ വന്നേ. എന്താണെന്ന് എന്തുവാ ചുമ്മായിട്ട്? എന്താണ് സംഭവം? മനോരമ ഷാ. എനിക്ക് പിടികിട്ടില്ല. ഞാനോ ഞെട്ടിപ്പോ, എന്നെ അറിയില്ലെന്ന് പറഞ്ഞാൽ അത് വെളുപ്പിന് മനോരമ പത്രോടെ അമ്മ ശിബു അല്ലേ? ഞാൻ പോട്ടെ. ഒന്നും പെട്ടെന്ന് അളിയ. എന്താണെന്ന് എനിക്ക് പണി കിടക്കണോടാ. സാജു നവോദയ പാട്ടാളം ഷാജി. അറിയില്ല കേട്ടോ സുഹൃത്തെ, മറ്റൊന്ന് വിചാരിക്കണം. അല്ല അളിയ, പാടം ഇരുട്ടായതുകൊണ്ട് അല്ലേ തന്നെ പോയനെ. നീ ചുമ്മാ ഇരിക്കാം. ഫോട്ടോ എടുക്കാനൊക്കെ കൊറേ ആളുകൾ ഇവിടെ നിൽക്കുമല്ലായിരുന്നു. പാവക്ക കൊണ്ടുള്ള ഒരു പണിയും നടക്കില്ല. വെണ്ടക്ക ഇഷ്ടാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം ചേട്ടന് ഇഷ്ടമാണ്. ചേനയും ചേമ്പും. നമസ്കാരം. ഫ്രീ ആണ്, ഇപ്പൊ ഫോട്ടോ എടുക്കാം പറഞ്ഞ. പിന്നെ ഓക്കേ. ഹലോ, എന്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ. എന്റെ കൂടെ അല്ലേ? പിന്നെ ഞാനാണ് സമ്മാനം കിട്ടിയത്. ഇവിടെ എന്റെ പാചകം കണ്ട് സിനിമാരങ്ങൾ വരെ എന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. അന്നാരാണ് എന്റെ കൂടെ. അതെ, നിങ്ങളുടെ ഇവിടെ കേബിൾ ഇല്ലല്ലേ? ചിലപ്പോഴൊക്കെ വരും. എന്തിനാണ് എല്ലാം കൂടെ പിടിച്ചാ? ചിലപ്പോഴൊക്കെ വരും. അത് ഞാനങ്ങ് പോവാന്ന് വെറുതെ. അതല്ല, നമ്മുടെ കോമഡി ഫെസ്റ്റിവലിന്റെ ടൈറ്റിൽ മ്യൂസിക് ഒന്ന് ജസ്റ്റ് ഒന്ന് പാടി കേൾപ്പിച്ചാണ്ടല്ലോ, പുള്ളിക്ക് മനസ്സിലാവും. ഞാൻ അതിനൊക്കെ കിടന്ന് മെഴുകണേ. തുമ്പികൾക്കുണ്ടോ തുമ്പിയെ കാണാൻ മോഹം. തുമ്പിയെ കണ്ടാലറിയാം എന്തിനെ കാണാൻ മോഹം. തുമ്പികൾ കൊണ്ടോ പെണ്ണേ. കടലല്ല ആൻസർ, കടല. ഇനി ആരും തന്നെ കിളികിൽക്ക ഉത്തരത്തെ ചത്തിരിക്കും. എന്താണ് താക്കോല്? അതെ, നീ എന്നെ കൊണ്ട് ആക്കിയാ പോട്ടെ.
അതല്ല എന്തോ പറയാനാന്ന് പറ, നീ ഒന്ന് അടങ്ങി. എനിക്ക് ഇപ്പോഴാണ് കേട്ടാ പിടികിട്ടിയത്. ഇത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് കത്തിയില്ല. ഇപ്പോഴെങ്കിലും എല്ലാരും കളിപ്പിച്ച് എന്നെ എല്ലാരും ഇപ്പൊ കളിപ്പിക്കണം. നമുക്ക് വെണ്ടക്ക വേണ്ട, ചേനയും ചേമ്പ് തന്നെ അങ്ങോട്ട് ഫിക്സ് ചെയ്യാം. എന്താ എന്ത് കാര്യത്തിനാണ് എന്നാണ് ചൂടാകണം? അമ്മച്ചാണ് എനിക്ക് ഈ പാടം കടന്നു പോകുമ്പോ പേടിയായിട്ടാ. എന്നെ ഒന്നും അങ്ങോട്ട് ആക്കി ഞാൻ പൊക്കോളാം. എനിക്ക് ഇപ്പഴാ കാര്യം മനസ്സിലായത്. ടി വി കാണുന്ന മുഖമല്ല നിന്റെ. പിന്നെ ഞാൻ വേറെ ആടിന്റെ മുഖം വെച്ചിട്ടാണെങ്കിൽ അതല്ല, വേറെ എന്തോ ഒരു മുഖമാ കാണുമ്പോ അങ്ങനെയാ ഫീൽ ചെയ്യുന്നത്. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നിനക്ക് ആ പാഷാണ ഷാജിയുടെ കോസ്റ്റ്യൂം ഇട്ട് ഇവിടെ നിൽക്കാൻ പറ്റൂ? ഞാൻ എന്തായി നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് വന്നിട്ട് ഞാൻ പാഷാണ ഷാജിയുടെ ഡ്രസ് ഇട്ട് ഇവിടെ നിൽക്കാൻ പോലെ? ആർക്കും നിന്നെ മനസ്സിലാവണില്ല, അതുകൊണ്ട് പറഞ്ഞു. പിന്നെ മനസ്സിലാവണ്ട. എനിക്ക് ഇഷ്ടം പോലെ ഫാൻസും ഉണ്ട്, ആരാധകരും ഉണ്ട്. നിന്റെ വീട്ടിൽ വന്നിട്ട് വേണം എനിക്ക് ഫാൻസ്. പാഷാണ ഷാജിയുടെ ഡ്രസ് കയ്യിലുണ്ടാവോ? എന്തിനാ? ഷർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പാഷാണ ഷാജിയുടെ നിക്കറ് ഞാൻ എടുത്തോണ്ട്. അവിടെ ഒരു കിറ്റ് ഇരിപ്പുണ്ട്. ഗിഫ്റ്റ് നീ പെങ്ങൾക്ക് കൊണ്ട് കൊടു. പെങ്ങൾക്കല്ല, ഗിഫ്റ്റ് അല്ല, കിറ്റ്. എന്റെ ഷർട്ട് ഓടി എടുത്തുണ്ടോ? ചെല്ലി അല്ല, എന്നെ അത് വേണമെങ്കിൽ അത് മറ്റേ അയ്യോ ചക്കജാന ചുക്കന ഷാജി എന്നുള്ള മറ്റേ പാട്ടാ. അതില്ലെങ്കിൽ ഇനിയിപ്പോ പോവാ. CD ഉണ്ട്. ആണോ? ഞാൻ ഇട്ടിട്ട് വരാം. വിക്രമാദിത്യനും വേതാളവും പോണ്. തളർന്നു കിടക്കണ അപ്പൂപ്പനെ കൊണ്ട് എങ്ങോട്ടാ? തളർന്നു കിടക്കണ വെല്ലിച്ചനെ ഇവിടെയൊക്കെ ചുറ്റി കാണണമെന്ന്. എനിക്കാണ് ഒരു പണി ഇല്ലാണ്ടിരിക്കണം. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കാൻ തരുത്തിയാണ്. ഇതാണ് ചീട്ടുകളി സംഘം. ഇനി നമുക്ക് കലവറയിലോട്ട് പോവാം കേട്ടാ. ആൾക്കാരൊക്കെ നോക്കണം അവിടെ നിന്നിട്ട്. നീ അവിടെ പബ്ലിക്കായിട്ട് അഡ്രസ് മാറിയത്. അതെ, എന്തോ പോലെ നോക്കണം. എന്തോ പോലെ നോക്കിയെന്നല്ല, അവർക്ക് നിന്റെ മനസ്സിലായടാ. അതല്ല അവരെല്ലാം കടന്ന് ചിരിക്കുന്നത്. കളിയാക്കി ചിരിക്കണല്ലേ? ഷാജിയുടെ കോച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചിരിയുടെ ബഹളമല്ലേ. ഇപ്പൊ ആള് കൂടും. നീ കണ്ടോ? എടാ വേറെ മിനിറ്റ് നോക്കടാ, അമ്മ കടന്ന് ചിരി. അമ്മ അവിടുന്ന് തിരിച്ചു തുടങ്ങിയതുകൊണ്ട് നീ ഡ്രസ് ചെയ്യണ കണ്ടായിരുന്നു അമ്മ. ഇനിയിപ്പോ നിന്റെ ഈ കോച്ചിമൂടെ കാണുമ്പോ ചിരിച്ചു പണ്ട് നേരത്തെ അമ്മ നോക്കമ്മ നോക്കുന്നുണ്ട്. മക്കളെ സുരേഷ് പറയണ തമാശ കേട്ടിട്ട് അയ്യോ, അതിന് വലിയ തമാശ. അമ്മ ബാക്കോട്ട് നോക്കിയ അതിന് വലിയ തമാശ കേട്ട് അമ്മ ചിരിച്ചിരിച്ച് മണ്ണ് കപ്പ് നോക്കിയേ. ഒരു സുഖം, ഒരു മനസുഖം. ഇത് കണ്ടിട്ട് എനിക്കൊരു സുഖം വന്നില്ലട്ടാ. ആരാടാ ഇത്? പാപ്പനെ കൊണ്ട് ശശി. അല്ല, പാട്ടാണ്ട ഷാജി. ഏത് ഷാജിയായാലും ശശിയായാലും മുണ്ടയച്ചടാ പറയണ. ഒരു കല്യാണം വേണ്ടി വന്ന കോലാണ് ഇത്. നിന്റെ ആരാന്ന് പറഞ്ഞേ? എന്റെ കൂട്ടുകാരൻ. എടാ, കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോ അന്തസ്സുള്ളവരെ തെരഞ്ഞെടുക്കണ്ടേ? ഇതേതാണ്ട് പാടത്ത് കോലം കുത്തിയ പോലെ. ഇവനെ അടുക്കള പുറത്തേക്കാനും കൊണ്ടിരുത്ത്. നല്ലൊരു ദിവസമായിട്ട് വന്നു കയറിക്കോളൂ. നീ എന്തിനാ എന്റെ പറയാൻ വന്നതാ? എന്റെ പാന്റ് ഷർട്ടോട് ഇരിക്കും. അത് ഞാൻ കത്തിക്കും. ഞാൻ നോക്കിക്കോ. പോവാ നമുക്ക്. എന്നെ അങ്ങോട്ട് ആക്കിയാ മതി. നിന്നെ വിളിക്കണ്ടായിരുന്നു. ഇല്ല, സാജം പള്ളുരുത്തിയോ കോട്ടയം സോമരായനെയൊക്കെ വിളിച്ചിരുന്ന 10 ആള് കൂടിയാൽ നിക്കണ്ട. പോ. പാന്റ് ഷർട്ടും അതൊന്നും വേണ്ട, ഞാൻ കൊണ്ടാക്കാൻ വന്നേ. സാജു ചേട്ടാ, എന്റെ ദൈവമേ, ഞങ്ങൾ വലിയൊരു ഫാനാണ് ഞാൻ. എല്ലാ പ്രോഗ്രാമും കാണാം. എല്ലാ എപ്പിസോഡും കാണാറുണ്ട്. 5 എപ്പിസോഡിൽ ഞാനായിരുന്നു ബെസ്റ്റ് പെർഫോമർ. 5000 രൂപ കിട്ടി. അമ്മ 3 ആടിനെ മേടിച്ചു. ഞാനും പുള്ളിയുടെ കൂടെയാ. ഇവ സപ്പോർട്ടിങ്ങിന് വന്നാ അവിടെ. അങ്ങനെ പറഞ്ഞു സപ്പോർട്ടിങ്ങാ. അതായത് അവർക്ക് പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ട. ഇങ്ങനെ പാസ് ചെയ്യാനൊക്കെ വന്നാണ്. ചോറും സാമ്പാറും കൊടുത്താൽ മതി ഉച്ചക്ക്. അങ്ങനെ വന്നാൽ ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാൻ. അതെന്താ പേര്? ദീപ്തി. എന്താ ഇവിടെ പേര്? സീനു. സീനു. വന്നേ. ദീപ്തി എന്ന് പറഞ്ഞ എന്റെ മുറപ്പെണ്ണ. നീ അപ്പുറത്തോട്ട് ചാഞ്ഞോ. ദീപ്തി ഐറ്റം കളിക്കുവോ? അപ്പൊ അവൻ പറഞ്ഞ സ്കിറ്റൊക്കെ കളിക്കുന്നു. അയ്യോ, ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാം. നീ എടുക്കണേ. ചേർന്ന് നിന്നോട്ടാ. പായസത്തിന് എള്ളു പോലെ മാറങ്ങട് പോ. ഫേസ്ബുക്കിലുണ്ടാ? ആണോ? ഞാനും ഉണ്ടിട്ടാ. 9961601957. വാട്സാപ്പിലുണ്ടോ? നിക്കടി. ഇതിന് പൊക്കയില്ല, എടുത്തു പിടിക്കട്ടെ. സാജു ഒരു കിടില വിറ്റ് കണ്ടോ? അവളിപ്പോ ചിരിച്ചു പണ്ട് അപ്പൊ എടുത്തോടി. വാട്സാപ്പിലുണ്ടാ? ഫേസ്ബുക്കിലാ? എന്താ പേര്? സീനുപുളമ്പുക്കൻ. സീനു എപ്പോഴും അമ്പലത്തിലാന്നോ? ചേച്ചിയുടെ നമ്പർ കൊടുത്ത് മേടിച്ചോളാം കേട്ടോ. 1957 ലാസ്റ്റ് നമ്പർ.
പിന്നെ ചേട്ടൻ ഇവിടെ വന്നെങ്ങനെ കോളേജിൽ പിള്ളേരെ അറിഞ്ഞിട്ട് ഞാൻ കോളേജിലേക്ക് വരാം. അതെ പിന്നെ കല്യാണമൊക്കെ കല്യാണം കഴിച്ചിട്ടില്ല. അതെ 18 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച വീട്ടിൽ വഴക്ക് പറയും. ഒരുപാട് സംസാരിക്കാൻ പറ്റത്തില്ല, പോണം. അടുത്ത ഐറ്റത്തിൽ നീ ഉണ്ടാ? ഞങ്ങൾ അതല്ല, നിനക്ക് 6 മണിക്ക് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ എവിടെയോ? എവിടാ? നീ അടുത്ത മാസം 6-ാം തീയതി ഒരു പരിപാടി ഉണ്ട്. അതിനിപ്പോഴേ പോണത് ഓട്ടോഗ്രാഫ് എവിടെയാണ്? ആരാ മൈലാഞ്ചി ഇട്ടത്? അയ്യോ കിടക്കണ്ട. ഞാൻ എന്റെ വീടോടെ എല്ലാ പെൺപിള്ളേർക്കും ഞാൻ അതിലിട്ടാ മതി ഇത്. ഇപ്പല്ലേ പിന്നെ ഇതെന്താ ജിലേബിയോ? ജിലേബിയല്ല, എന്റെ ഒപ്പം അത്. എനിക്ക് പോവണ്ടേ? പേടിയുണ്ടോ എനിക്ക്? എന്തിന്? ആ പാടത്ത് കടിക്കണ തവളയുണ്ട്. അപ്പൊ രാവിലെ പോ. ചേട്ടാ ഒരു ഒറ്റ ആഗ്രഹം പറഞ്ഞോട്ടെ, എന്തെങ്കിലും ഒരു ഐറ്റം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം. ഐറ്റം ചെയ്യാ അറിഞ്ഞൂടാ, പാട്ടാണ് മാത്രമേ അറിയുള്ളൂ പുള്ളിക്ക്. അവിടെ സപ്പോർട്ടിങ്ങിന് വരുമ്പോ രാവിലത്തെ ടോക്കൺ വേണം ചായക്കുള്ള. പിന്നെ 4 ഫിഗറും ചെയ്യും. ചിലപ്പോ സ്റ്റാറൊക്കെ പറയും. സാർ ഫിഗർ ചെയ്യാം. അതെ, ലാലേട്ടൻ വീട്ടിനടുത്ത ലാല, മോഹൻലാൽ. നീ ചെയ്യുവോ? നിനക്ക് ഉച്ചക്ക് തൂണിന്റെ ടോക്കൺ വേണം. മോഹൻലാൽ പഴയതും പുതിയതൊക്കെ അപ്പൊ ഞാനേ പഴയ മോഹൻലാൽ ചെയ്യാം. ഓക്കെ, റെഡി ആണെന്നുള്ളേ. 1957 ലാസ്റ്റ് നമ്പർ. നീ ഇങ്ങനെ വന്നേ. എന്താ ഞാൻ അടുത്തേക്ക് ബന്ധോടി ഒരു കൊഞ്ചലും കൂടെയൊക്കെ അവന്റെ അടുത്ത്. ആ ചേട്ടൻ ടിവിയിലെ സ്റ്റാർ അല്ലേ? ഞാനും ടിവിയിലെ സ്റ്റാർ തന്നെ. ചേട്ടൻ സപ്പോർട്ടിങ് അല്ലേ? കൊന്നുകളഞ്ഞാ എന്റെ ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. അല്ലെങ്കിൽ അവളൊക്കെ പറഞ്ഞതാ നിങ്ങൾ എങ്ങനെ എന്റെ തലേന്നൊന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട്. ഞാൻ നീ എന്റെ ജഗദീഷ് കണ്ട് ഞെട്ടുപടി. നീ ഞൊട്ടും കണ്ടോ? തൂങ്ങിച്ചാകണം. അപ്പൊ നമുക്ക് നാളെ 10 മണിക്ക് തന്നെ ഊണങ്ങാട്ട് തുടങ്ങിയ കേലയിട്ട്. നല്ല നാളെ 10:30 മുഹൂർത്തം. മുഹൂർത്തം 10:30 കിടക്കട്ടെ. 10 മണിക്ക് തന്നെ ചോറ് കൊടുത്തേക്കാം. എടാ സാധാരണ ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴായിരിക്കും ഊണ് കൊടുക്കണത്. ഇത് 10:30 തന്നെ കൊടുക്കണം എന്ന നിർബന്ധം എന്താ? 10 മണിയാകുമ്പോ എനിക്ക് വെച്ചോ, എനിക്ക് ഷുഗറിന്റെ അസുഖമുള്ള. നിനക്ക് തിന്നായിട്ടാണ് ഇവിടെ ചോറുണ്ടാക്കിയത്. നീ ആ കൃത്യസമയത്ത് തന്നെ ഊണ് കൊടുത്തേച്ചാ മതി. ഇത് കൊള്ളാം, എനിക്ക് കഴിക്കട്ടെ. അത് കൊള്ളാം. രമേശിന് പിന്നെ 3 മാസാണല്ല. മോഹൻലാലും പഴയ മോഹൻലാൽ വന്നിട്ടുണ്ട്. എല്ലാരും മറ്റേ മറുകുള്ള പെങ്കൊച്ചെന്തേ മോഹൻലാൽ വന്ന് അതിനച്ഛനാദ്യം കയറി പിടിച്ചിട്ടില്ല. ഈ കുടുംബത്തെ ഗൃഹനാഥനെ പിടിക്കാൻ ആരുമില്ല. ഗൃഹനാഥനെ പിടിച്ചാലും വെണ്ടക്ക ഇട്ട് കഴിക്കണം. വേറെ എന്തെങ്കിലും കറി നോക്കാം. തയ്ക്കാൻ എന്താന്ന് വെച്ചാൽ നോക്കണോ? അപ്പൊ കറിയൊന്നും വെക്കട്ടെ. അതുകൊള്ളാം. പിന്നെ ഇവിടെ ചീട്ട് കളിക്കാണോ? അതെ, അമിച്ച കാര്യം നോക്കിയേ. അച്ഛാ തല്ല് പിടിക്കാനാണെങ്കിൽ വേണമെങ്കിൽ കളിച്ചോളാം. അല്ല അഭിച്ചുണ്ട് നീ എന്താ കാര്യം നോക്കിയേ. തൊട്ട് വരുത്തി ചത്തകളെ തോന്നി ഞാൻ സൂചിയായിട്ട് വന്നാണ്. അതാണ് തിരിച്ചാണ് ചേട്ടാ മോഹൻലാലിന്റെ ഫിഗർ എവിടെ? മോഹൻലാൽ വന്നായിരുന്നു ഇതിന്റെ ഇടയിൽ. എന്നാ മഞ്ഞ മെരിഞ്ഞിട്ട് ചേട്ടൻ ഒരു അടി അടിച്ചപ്പോഴാണ് ഇങ്ങനെ പോകുന്നത്. ഞാൻ ചെയ്ത് മീശയൊക്കെ പൊളിഞ്ഞു. ആകെ പെടലിമേൻ എടുക്കണം. എന്തൊരു കോലോടെ പൊളിഞ്ഞു പോയി. സംഭവം പൊളിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഇനിയും അവനൊന്നും അറിയില്ല. ഇനി എന്നാ നമുക്ക് ഇറങ്ങാനുള്ള ഒരു നോക്കാം. ഇപ്പുറം പിടി, അല്ലെ ഞാൻ ഓടിക്കളയും. പറഞ്ഞ പിന്നെ ചെയ്യാതിരിക്കണ എങ്ങനെ? ഇനി ഏതാണ് നീ ചെയ്യണേ? ജയൻ. അയ്യേ, ജയനൊക്കെ ബോറാ. അവൻ ജയൻ സൂപ്പറാണ്. കൈവിടില്ലേ, ഞാൻ ഓടിക്കളയും. അപ്പൊ ജയൻ ചെയ്യാം. നീ ജയൻ ചെയ്. സുപ്രസിദ്ധ സിനിമാറും ജയൻ കേട്ടാ. ഫോട്ടോ വരാ. വാ ഇങ്ങോട്ട് വാ. മീശോറക്കാൻ എന്ത് ഒന്നുമില്ല. പോണോ? വേണ്ടല്ല. ആ വേണ്ട. ആരെങ്കിലും പിടിച്ചു എന്താ അവകാശം? എന്റെ പൊന്നെ തോളടിച്ചു അതൊക്കെ പിടിച്ചു കൊടുത്തേ. എന്റെ ദൈവമേ. അങ്ങനല്ല ദൈവം. അതെ, നാളെ സാമ്പാർ വിളമ്പടാ. എന്ന് എല്ലാവരും കൂടെ ഓടിക്കാണ്ട് വാ. അതെന്താ ഇപ്പൊ വിളമ്പണം? എന്തിനാ? നാളെ എന്റെ മരുവും ചാക്കട്ടുമായിട്ട് സാമ്പാറും വെള്ളത്തിൽ വരുന്ന വീട്ടോട്ട് ഓടി വായോ. സാമ്പാർ വീടേ. കസ്തൂരി മാനിലി മലസരമെയ്തു കൽഹാര പുഷ്പ
പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ജയം വന്നിട്ടുണ്ടേ. ജയം പോയി പാട്ട് സീഡിച്ചിട്ടുള്ളൂ, ചിലപ്പോ കട്ടായി പോയി. ജയം പോവും. ജയൻ ജയൻ വന്നേ. ചുമ്മാ അളിയന്റെ അടുത്ത് ഇങ്ങനെ പണിയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? എന്താണ് ഇത്? ഇവിടെ പോയി കിടക്കായിരുന്നു. ജയൻ ഇവിടെ വന്ന് നട്ടതിരിഞ്ഞ് കിടക്കായിരുന്നു. കാണാനായിട്ട് നിങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ട് ജയനെ കാണിക്കാൻ. ഞാൻ എനിക്ക് ചോയ ഉണ്ടായിട്ട് അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിൽക്കാം. എന്നാലും ജയനം നിക്കണ്ട ഇനി. രണ്ടെണ്ണം പൊളിക്കില്ലേ, ഇനിയും വേണോ? ഒരൊറ്റ സാധനം കൂടി ചെയ്യാം. ഏത്? ശങ്കർ, പഴയ നടൻ ശങ്കർ. പരമബോറാണ് ശങ്കറൊക്കെ. നീ ഇല്ല ഈ ഷെഡ്യൂളിൽ ഇല്ല അവിടെ സ്കിറ്റ് കളിക്കാൻ. ഞാൻ അനൗൺസ് ചെയ്തല്ല ശങ്കറിന്. ആ ചെയ്, വേഗം ചെയ്. അതെ, നിങ്ങൾ ഇവിടുന്ന് പോകരുത്. ഇനി ഞാൻ ഇവിടെ തന്നെ മേക്കപ്പ് ചെയ്തോളാം. റെഡി, അനൗൺസ് ചെയ്തോ. പ്രിയമുള്ളവരെ, സാജു നവോദയ അവതരിപ്പിക്കുന്ന ഫിഗർ ഷോ ഇതാ വേദിയിൽ ആരംഭിക്കുകയാണ്. എങ്ങനെ നീ മറക്കും എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് ഇന്ന് മലയാള സിനിമയിൽ ആരാണെന്ന് പോലും അറിയാൻ വയ്യാത്ത മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ശങ്കർ. പാട്ട് വെച്ചോ. കറണ്ട് പോയല്ല. ആ ജനറേറ്റർ ഓഫ് ശങ്കറ ശങ്കറ ഇരുട്ടത്ത് വന്നു. അറിയാതെ പറ്റിയതാ. അല്ല ശങ്കറാണേ, പഴയ ശങ്കർ. കാണാൻ പറ്റുള്ളൂ. മുട്ടിയല്ല മംഗളെ, ശങ്കർ വന്നു പോയതാ. അയ്യോ അയ്യോ ഇത്തട്ട് പോകണില്ല. ഇത് ഞാൻ ശങ്കറാണ്, പഴയ ശങ്കർ സിമെന്റിന്റെ പോയിട്ടാണോ? സോറി ശങ്കറ, ശങ്കറാണ് ശങ്കർ. പെട്രോൾ മാക്സ് രാവിലെ വരുള്ളൂ. ആണോ? ആകെ ഒരു പെട്രോൾ മാക്സ് നടക്കട്ടെ. അതൊക്കെ നടക്കട്ടെ. ഇപ്പൊ പാചകപ്പേരയിൽ പൂച്ച കയറുമല്ലോ. അയ്യോ, ചീട്ടുകളി നിർത്തിയില്ലേ മനുഷ്യ? ചെറുക്കനും കൂട്ടരും അവിടുന്ന് പുറപ്പെട്ടോന്നാ ഞങ്ങളെ നിർത്താൻ പറഞ്ഞ ചേട്ടൻ സമ്മതിക്കാഞ്ഞിട്ടാ. അത് ശരി. എടിയേ, നമുക്ക് കല്യാണ ചെക്കനൊന്ന് മാറ്റി പിടിച്ചാലോ? കല്യാണ ചെറുക്കനെ മാറ്റി പിടിക്കാന്നോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ നിന്നോട് സത്യം പറയാം. ഇന്ന് കല്യാണപ്പന്തലിൽ വെച്ച് കൊടുക്കാന്നേറ്റ സ്ത്രീധന തുക മൊത്തം ഇന്നലെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ചീട്ട് കളിച്ച് പോയടി. അത് മുഴുവൻ കിട്ടിയ ഇവനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവനെ മതി നമ്മുടെ മോൾക്ക്. ഇവനാകുമ്പോ സ്ത്രീധനം കൊടുക്കണ്ടല്ലോ. മിണ്ടല്ലേ, ഇനി ഒരക്ഷരം നീ മിണ്ടരുത്. കളിക്കണ ചീട്ട്, വെക്കണ പാട്ട്. പ്രഭകളിൽ തുളസിക്കു ചൂടും നിന്റെ കനക വിഗ്രഹം കണ്ടു കളഭ കുങ്കുമം കണ്ടു ഞാൻ. അടി കിട്ടിയാലെന്താ, എന്റെ ഫിഗർ കാണാൻ ഒരാളെങ്കിലും ഉണ്ടായില്ല. നസീർ ഇപ്പോ അടുത്ത് തട്ടിമുട്ടിയിലിപ്പോ ആർട്ടിസ്റ്റാണ് നമ്മുടെ മഴവിൽ മനോരമ. അതുപോലെ പടത്തിലിപ്പോ ഏതാണ് റീസെന്റ് ആയിട്ട്? വില്ലാളി വീരൻ, ദിലീപേട്ടന്റെ പടത്തില് ത്രൂ ഔട്ട് വേഷമാണ്. ദിലീപേട്ടന്റെ കൂട്ടുകാരനായിട്ട് ഞാനും കലാഭവൻ ഷാജോണും പിന്നെ ധർമ്മജൻ ബോൾഗട്ട്, ഞങ്ങൾ 4 പേരുമാണ്. ശരിക്കും ഞാനൊക്കെ വരുന്നതിന് മുമ്പൊക്കെ സിനിമയിൽ വരേണ്ട ആളൊക്കെ. എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അതിനെ കുറിച്ച് മേളിൽ നിന്നുള്ള പ്രശ്നമാണ്. അപ്പൊ മേളിൽ നിന്നുള്ളത് അതുകൊണ്ട് പൊളിച്ചളയണം വീട്ടില്. ആ പ്രശ്നം തീർന്നില്ലേ? എന്തായാലും ഇങ്ങനെ പേരുകൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയല്ലേ. അതെ, സംക്രാന്തി കൊടുക്കാൻ പോവാണ്. എന്തായാലും നമ്മുടെ ഇവിടെ വന്ന് പങ്കെടുത്തതിൽ നസീറിനോട് ഒരുപാട് നന്ദി നമുക്കുണ്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒരു നസീർ മലയാള സിനിമയിൽ ഒരു വളരെ സജീവമാകുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഇത് തന്നെ വലിയൊരു പരസ്യമാവട്ടല്ലേ? പരസ്യത്തിന്റെ കഥ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ആലോചിക്കണം. ഞാൻ സ്കൂളിൽ പഠിക്കണ കാലം എന്ന് വെച്ചാൽ ഒക്കെ അറിയാലോ. പഠിക്കണ കാലമൊന്നുമില്ല, അത്ര തന്നെ, വേറൊന്നുമില്ല. ഇപ്പം ഞാൻ അത് ഏത് നേരം പറഞ്ഞുകൊണ്ട് എടുത്ത് പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തോൽക്കും എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ വിദ്യാഭ്യാസം ഡിഗ്രി അത് ഇത്ര വരെ ഉള്ളൂ. അപ്പം ഞാൻ 10ാം ക്ലാസ് എത്തിയപ്പോൾ നമ്മുടെ ഏകദേശമൊക്കെ തീർന്നു. പക്ഷെ എന്നാലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ സ്റ്റോർ കീപ്പർ ഞാനായിരുന്നു. ഈ സ്റ്റോർ കീപ്പർ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ധാരണ ഭയങ്കര വലിയ ജോലിക്കാരനാന്നാ. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ഒരുപാട് കഥകളുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ പുറത്ത് വന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു എഴുത്ത് വന്നു. ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു എഴുത്ത് വരണതാണ്. പക്ഷേ 10ാം ക്ലാസ് എഴുതിയിട്ട് വീട്ടിൽ കയറിയിട്ടില്ലേ, കാല് വെക്കാൻ പോകണുള്ളൂ. അപ്പോഴാണ് പോസ്റ്റ് കുന്നശ്ശേരി രാമൻ മകൻ മണി. ആരാ? ഞാനാ. എഴുത്ത് മേടിച്ചു,
ഭയങ്കര സന്തോഷം. എൻ്റെ മോന് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വെളിക്കും ഗവൺമെന്റ് ജോലിക്കുള്ള എഴുത്ത് വന്നു ദൈവമേ. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൽ എഴുതിയേക്കാം, വെൽക്കം ടു അമിറ്റി കോളേജ്, തോറ്റവർക്കുള്ള ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നു. ഞാൻ അങ്ങോട്ട് കാല് വെച്ചിട്ടില്ല, പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്ന പോലെ ഞാൻ റിസൾട്ട് നോക്കാനായിട്ട് ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ റിസൾട്ട് നോക്കാൻ പോകും. അതൊരു സുഖമാണ്. തോറ്റൂന്നറിയാം, ഇനിയിപ്പോ എങ്ങാനും ബിരിയാണി വിളമ്പിയാലോ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയി നിൽക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് സൈക്കിളിൽ ഞാൻ ഒരു സൈക്കിളുണ്ട്, ഒരു സൈക്കിൾ ചവിട്ടി കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പോണ സൈക്കിള്. അവിടെ ചെന്ന് സ്കൂളിൽ ചെന്നപ്പോൾ സുൽത്താൻ മാസ്റ്റർ, സ്റ്റോർ കീപ്പറിന്റെ ജോലി എന്താണെന്ന് അറിയാമോ? ചോക്ക് എടുത്ത് വെക്കുക, പുസ്തകം തട്ടി തുടയ്ക്കുക, ഡെസ്ക് ക്ലീൻ ആക്കുക. ആ ഡസ്റ്റർ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം വെച്ചാൽ എന്നെ എന്നും ഹെഡ് മാസ്റ്റർ അടിക്കും. അപ്പൊ ഈ അടി കിട്ടാതിരിക്കാൻ വേണ്ടി ട്രൗസറിന്റെ ഉള്ളിൽ കൂടെ ഈ ഡസ്റ്റർ ഞാൻ കയറ്റി വെക്കും ഇവിടെ. എന്നിട്ട് ഇതിലടിക്കുമ്പോ ബോംബിട്ട പോലെ പൊടി. അതുകൊണ്ട് മാസ്റ്ററിനെ അടിക്കാറുമില്ല. ഇതുണ്ടായെന്ന് വെച്ചാൽ സുൽത്താൻ മാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, എന്താന്ന് വന്നാ? റിസൾട്ട് നോക്കാൻ വന്നാ മാഷെ, ഹെഡ് മാസ്റ്റർ വന്നിട്ടില്ല, കുറച്ച് നേരമാവും, ഇനി അതുകൊണ്ടൊരു പണി. അപ്പോൾ ഈ ജനലിൻ്റെ അകത്തുള്ളപ്പോൾ ബോർഡ് ഇങ്ങനെ ഇരിക്കാനുണ്ടാവും. അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയിട്ട് ഒരു 1/2 കിലോ തേയില വാങ്ങിച്ചിട്ട് പോയോ. എന്നിട്ട് അപ്പോഴേക്കും ഹെഡ് മാസ്റ്റർ വരും തോന്നുന്നു. ഞാൻ അങ്ങനെ 1/2 കിലോ തേയില വാങ്ങിക്കാനായിട്ട് സൈക്കിളിൽ പോയി 1/2 കിലോ തേയില വാങ്ങിച്ചു കൊണ്ടുവന്നു. മാസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തു. മാസ്റ്റർ തേയില എന്ന് പറഞ്ഞു. മാസ്റ്റർ പറഞ്ഞു, പോയി നോക്കൂ, ഹെഡ് മാസ്റ്റർ വന്നിട്ടുണ്ട്, റിസൾട്ട് ഇപ്പോൾ കാണാം, ചെന്നോളൂ. ഞാൻ ജനല തുറന്ന് നോക്കിയപ്പോൾ 9ാമത്തെ പേര് എൻ്റെ. ഞാൻ പാസ്സായിരിക്കുന്നു, ജയിച്ചു. അന്ന് തള്ളിവിടുന്ന ഒരു പരിപാടി ഉണ്ട്, 8ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊമോഷൻ. അതെ, ഞാൻ ജയിച്ചു. ഈ ജയിച്ച വിവരം ഞാൻ ഈ സുൽത്താൻ മാസ്റ്റർ അടുത്ത് പോയി പറഞ്ഞു. എന്താണെന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഞാൻ മാസ്റ്റർ എടുത്തു, മാഷേ ഞാൻ ജയിച്ചു മാഷേ. അപ്പം മാഷ് ഈ തേയില എടുത്തിട്ട് പറയാ, അതാണ് തേയിലയുടെ ഗുണം. ഇതിന് അങ്ങനെയുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. അനുഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും എന്തായാലും ഈ എപ്പിസോഡിലൂടെ വന്നതിന് മണിക്കും സംക്രാന്തി നസീർ, പഴയ കോട്ടയം നസീറായ ഇപ്പോഴത്തെ സംക്രാന്തി നസീർ, മലയാള സിനിമയിൽ ഭാവിയിൽ ഒരു വലിയ ഹാസ്യനടനായി മാറാൻ പോകുന്ന നസീറിനും ഒരുപാട് നന്ദി. താങ്ക് യു. മണിച്ചേട്ടൻ പറഞ്ഞതുപോലെ സ്കിറ്റും ഡാൻസും പാട്ടും മാത്രമല്ല, വ്യത്യസ്തമായ ഒരുപാട് പെർഫോമൻസുകളാണ് ഇനി ഭീമ സിനിമ ചിരുമയിൽ വരാനിരിക്കുന്നത്. സോ ഡോണ്ട് മിസ് ടു വാച്ച് ഭീമ സിനിമ ചിരുമ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാടു. നന്ദി.